എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാകപ്പിഴയും അതുമൂലം വന്ന കനത്ത നഷ്ടങ്ങളും, എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ അബ്രഹാം തിരികെ പോന്ന് യഥാസ്ഥാനപ്പെട്ടതും നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെക്കുറിച്ച് നാം വായിക്കുന്നത് വളരെ വേദനാകരമായൊരു കാര്യമാണ്. നാം വായിക്കുന്നത് ലോത്ത് ഒന്നിനൊന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഒരൊറ്റ ദിവസം ലോത്ത് പെട്ടെന്ന് അധപ്പതിച്ചു പോവുകയല്ല ചെയ്തത്. ഒരൊറ്റ ദിവസം ആത്മീയമായ വീക്ഷണം നിശേഷം നഷ്ടപ്പെടുകയല്ല ചെയ്തത്. പടിപടിയായി ക്രമമായി കുറേശ്ശെയായി ഊർന്നൂർന്നു പോവുകയാണ് ചെയ്തത്. നാം തിരുവചനം വായിക്കുമ്പോൾ കുറേശ്ശെയായി ഇങ്ങനെ തെറ്റിലേക്ക് പയ്യെ പോയി മഹാവലിയ അനർത്ഥത്തിൽ പാപത്തിൻ്റെ ഭീകരതയിൽ വീണുപോകുന്ന ചിലരെക്കുറിച്ചെല്ലാം നാം കാണുന്നുണ്ട്. ലോത്തിനെ നാം കാണുന്നത് എത്ര നല്ല ആരംഭമായിട്ടാണ്. ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവനാണ്. അബ്രഹാമിൻ്റെ കൂടെ തന്നെ അങ്ങ് നദിക്കക്കരെ മെസപ്പൊട്ടോമിയയിൽ ജീവിച്ചു വന്ന ലോത്ത് അബ്രഹാം ദൈവവിളി കേട്ട് പുറപ്പെട്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെടുവാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരു ദൈവദാസനാണ്. ഭാഗ്യകരമായൊരു ആരംഭമായിരുന്നു, ശുഭകരമായൊരു തുടക്കമായിരുന്നു. എന്നാൽ മുന്നോട്ട് വന്നപ്പോൾ അറിയാതെ ലോകത്തിലേക്ക് അങ്ങ് മാറി പോവുകയാണ്. സമ്പത്ത് വർദ്ധിച്ചു, ആടുമാടികൾ വർദ്ധിച്ചു, വേലക്കാർ വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, സ്വാധീനങ്ങൾ വർദ്ധിച്ചു. ഓരോന്ന് ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നീങ്ങി വരുംതോറും ഉയർന്നു പോകുംതോറും അറിയാതെ ലോത്ത് ലോകത്തിലേക്ക് താണു പോവുകയായിരുന്നു, അധപ്പതനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സമ്പത്തുണ്ടാകുന്നത് പാവമല്ല, ആടുമാടുകളുണ്ടാകുന്നത് പാവമല്ല, ദാസീദാസന്മാരുണ്ടാകുന്നത് പാവമല്ല, എല്ലാവിധത്തിലും ഭൗതികമായി ഐശ്വര്യങ്ങൾ നേടുന്നതും പാവമല്ല. എന്നാൽ ഇതെല്ലാം എന്തിന്, ആർക്ക്, ഇതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശമെന്ത്, ഞാൻ ആർക്കു വേണ്ടി സമ്പാദിക്കണം, എന്തിനു വേണ്ടി പൈസ ഉണ്ടാക്കണം, എന്തിനു വേണ്ടി സമ്പത്തുണ്ടാക്കണം എന്നതിനെക്കുറിച്ചുള്ളതായ വ്യക്തമായ ധാരണയില്ലാതെ പോകുന്നതാണ് പലപ്പോഴും അപകടകരമായി തീരുന്നത്. ലോകത്തിൻ്റെ വലിയ വശീകരണ ശക്തിയുണ്ട് മനുഷ്യൻ്റെ മേൽ, വലിയൊരു സ്വാധീനമുണ്ട് മനുഷ്യൻ്റെ മേൽ. ലോകത്തിൻ്റെ സുഖങ്ങൾക്ക്, ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക്, ലോകത്തിൻ്റെ ഭൗതികമായ പ്രതാപങ്ങൾക്ക്, ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് എല്ലാം മനുഷ്യൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. ശരിയാണ്, നാം എല്ലാവരും ആ സ്വാധീനത്തിൽപ്പെട്ടവർ തന്നെയാണ്. നാം ആരും സിദ്ധന്മാരായി തീർന്നിട്ടില്ല, നാം ആരും തികഞ്ഞവരായി തീർന്നിട്ടില്ല. സ്വാധീനമുണ്ട്, ലോകത്തിൻ്റെ സ്വാധീനമുണ്ട്, തിന്മയുടെ സ്വാധീനമുണ്ട്, പാപത്തിൻ്റെ വശീകരണമുണ്ട്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കുള്ളതായ ആകർഷണമുണ്ട്. എന്നാൽ ഒഴുക്കിനൊത്തൊഴുകാതെ ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ഒരു വിശ്വാസിയുടെ പദവി. ഒഴുക്കിനൊത്തൊഴുകി പോകാം,
എളുപ്പമാണ്, ഒഴുക്കിനൊത്തങ്ങ് ഒഴുകിയാൽ മതി. തിന്മയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആ കൂടെ അങ്ങ് നാം ഓരോരുത്തരും അങ്ങ് ഒഴുകി പോകാനുള്ള സാധ്യതകളുണ്ട്. തിന്മയിലേക്ക് നീങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. ലോക ഇമ്പങ്ങളിലേക്കും ലോക പ്രതാപങ്ങളിലേക്കും ലോക ഐശ്വര്യങ്ങളിലേക്കും ഊർന്നൂർന്നു പോകാനുള്ളതായ സാധ്യതകളുണ്ട്. എന്നാൽ അവിടെ ഒഴുകി വരുന്ന ഒഴുക്കത്തിനെതിരായി നീന്തിക്കയറാൻ സാധിക്കുന്നത് ഒരു വിശ്വാസിയുടെ പദവിയാണ്, വിശ്വാസി അധികാരമാണ്. അബ്രഹാം ഭാഗ്യവശാൽ തിരികെ പോന്നു, കൂടെ ലോത്തും പോന്നു, ശരി തന്നെ. പക്ഷേ എന്നാൽ മുന്നോട്ട് പോയപ്പോൾ അബ്രഹാമും ലോത്തും വേർപിരിയേണ്ടി വന്നുപോയി. രണ്ടുപേരും തമ്മിൽ ഒരു സാക്ഷ്യരഹിതമായ അനുഭവം വരാതിരിക്കാൻ അബ്രഹാം പറഞ്ഞു, മോനെ നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അബ്രഹാം സഹോദരപുത്രനോട് പറഞ്ഞത് അങ്ങനെയാണ്. അവിടെ മുഴുവനായി ലോത്തിൻ്റെ അഭീഷ്ടത്തിന് അഭിമതത്തിന് അബ്രഹാം വിധേയപ്പെട്ട് കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. അതൊരു ദൈവവേദന ലക്ഷണമാണ്. അവിടെ വാഗ്വാദമില്ല, അവിടെ തർക്കമില്ല, അവിടെ അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തുന്നില്ല, അവിടെ ഭിന്നത വളർത്തുന്നില്ല, അവിടെ വിട്ടുവീഴ്ച മനോഭാവമാണ്, അവിടെ സ്നേഹത്തിൻ്റെ സമീപനമാണ്, അവിടെ ക്ഷമയുടെ അത്യത്ഭുതകരമായ ഉദാത്തമായ അനുഭവമാണ്. അങ്ങനെ അവർ പിരിഞ്ഞു എന്നാണ് വായിക്കുന്നത്. 13-ാം അധ്യായത്തിൽ 8-ാം വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അബ്രഹാം ഇത് പറഞ്ഞപ്പോൾ ഉടനെ അടുത്ത വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, അപ്പോൾ ലോത്ത് നോക്കി. ലോത്ത് നോക്കുന്നത് അബ്രഹാമിൻ്റെ വ്യസനമുള്ള മുഖത്തേക്കല്ല. ലോത്ത് നോക്കുന്നത് അബ്രഹാമിൻ്റെ വിഷാദപരവശമായ ഭാവത്തിലേക്കല്ല. ലോത്ത് നോക്കുന്നത് ഏതൊരു ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടുവോ ആ ദൈവത്തിൻ്റെ ഹിതം എന്തായിരിക്കും എന്നതിലേക്കല്ല. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു. നീരോട്ടമുള്ള സ്ഥലങ്ങളിലേക്കാണ് നോട്ടം. ആ തുടങ്ങിയത് നോട്ടത്തിലാണ്. ഒരു വീക്ഷണഗതിയിലെ വ്യതിയാനത്തിലാണ് തുടക്കം. ദൈവത്തിന് സ്തോത്രം. ലോത്ത് നോക്കി, ആ വാക്ക് അടിയിൽ വരയ്ക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ലോത്ത് നോക്കിയപ്പോൾ യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു. നല്ല ഫലപുഷ്ടിയുള്ളതായ സ്ഥലം, നല്ല വളക്കൂറുള്ള മണ്ണ്, ധാരാളം വിളവെടുപ്പ് കിട്ടാവുന്ന പ്രദേശം, ധാരാളം സമ്പാദിക്കാം. മോഹന സ്വപ്നങ്ങൾ ചിറക് വിടർത്തുകയാണ്. വലിയ പ്രതീക്ഷകളിങ്ങനെ ഉയർന്നുയർന്ന് വളരുകയാണ്. വരുംകാലത്തെക്കുറിച്ചുള്ളതായ വളരെ നല്ല ശുഭകരമായ ആശകളും പ്രതീക്ഷകളും വളർന്നു വരികയാണ്. എന്താണ്? നല്ല നാട്, നല്ല മണ്ണ്, നല്ല എക്കൽ മണ്ണ്, യോർദാനാറിൻ്റെ രണ്ട് വശങ്ങളിലും കിടക്കുന്ന മണ്ണിൻ്റെ വളക്കൂറുള്ളതായ ആ ഫലഭൂയിഷ്ടമായ പ്രതല ഭംഗി. ലോത്ത് അതെല്ലാം കണ്ടു. ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. അത് കഴിഞ്ഞ് നാം പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ഒന്നാമത് നോട്ടത്തിൽ തുടങ്ങി വീക്ഷണത്തിൽ വന്ന മാറ്റം. അത് കഴിഞ്ഞ് അടുത്തത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ നദിയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. നോക്കി 1, തെരഞ്ഞെടുത്തു 2. നോക്കി അവിടെ നിർത്തുകയല്ല, അടുത്തതിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. തെറ്റല്ല എന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ് ലോത്ത് ചെയ്തത്. ഒരിക്കലും തെറ്റാണെന്ന് തോന്നുകയില്ല.
എന്താ അതിൽ തെറ്റ്? നീരോട്ടമുള്ള സ്ഥലം കണ്ട് അബ്രഹാം പറഞ്ഞുകൊണ്ടല്ലേ അങ്ങോട്ട് തിരിയാൻ തയ്യാറായത്. എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പോയതല്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പറഞ്ഞു, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ നോക്കി നല്ല സ്ഥലം തിരഞ്ഞെടുത്തത് പാവമാണോ? വേണമെങ്കിൽ ലോകത്തിന് ന്യായം പറയാം, അല്ല ന്യായം ചിന്തിക്കാം. ആരോട് ന്യായം പറയാനാണ്? ന്യായം ചിന്തിക്കാം. പക്ഷേ അടുത്ത സ്റ്റെപ്പ് വെച്ചപ്പോൾ ആ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ആദ്യം വെറും നോട്ടത്തിൽ തുടങ്ങി, പിന്നെ അത് പയ്യെ പയ്യെ ചിന്തയിൽ വ്യാപരിച്ച് പ്രവൃത്തിയിലേക്ക് നീങ്ങി. കുറെ മുന്നോട്ട് വരുമ്പോൾ വേറെ ചില മർമ്മപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹിതരെ, നോട്ടത്തിൽ ആരംഭിക്കുന്നു. സോ എ തോട്ട്, റീപ്പ് ആൻ ആക്ഷൻ. ഒരു ചിന്ത വിതയ്ക്കുക, അത് ഒരു പ്രവൃത്തിയായി തീരും. പ്രവൃത്തി ഫലം കൊയ്യും. ചിന്ത വിതയ്ക്കുക, പ്രവൃത്തി കൊയ്തെടുക്കും. സോ ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി വിതയ്ക്കുക, ഒരേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. റീപ്പ് എ ഹാബിറ്റ്, അത് ശീലമായി തീരും. സോ എ ഹാബിറ്റ്, ഒരു ശീലം വിതയ്ക്കുക, ഒരേ ശീലം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. റീപ്പ് എ ക്യാരക്ടർ, സ്വഭാവം കൊയ്യും, സ്വഭാവം അതായിത്തീരും. ആൻഡ് സോ എ ക്യാരക്ടർ, റീപ്പ് യുവർ ഡെസ്റ്റിനി. നീ നിൻ്റെ സ്വഭാവം അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിർണയിക്കും. നിൻ്റെ നിൻ്റെ വിധി അതായിത്തീരും. നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം അതായിത്തീരും. കേൾക്കൂ, സോ എ തോട്ട്, റീപ്പ് ആൻ ആക്ഷൻ. സോ ആൻ ആക്ഷൻ, റീപ്പ് എ ഹാബിറ്റ്. സോ എ ഹാബിറ്റ്, റീപ്പ് എ ക്യാരക്ടർ. സോ എ ക്യാരക്ടർ, റീപ്പ് യുവർ ഡെസ്റ്റിനി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പടിപടിയായിട്ട് ലോകത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുകയാണ്. മഹാന്മാർ പിൽക്കാലത്ത് പറഞ്ഞതാണ് ഈ വാക്യം. പക്ഷേ വേദപുസ്തകം വായിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നോക്കി തിരഞ്ഞെടുത്തു, ലോകസുഖങ്ങൾ തിരഞ്ഞെടുത്തു, ലോകത്തിൻ്റെ സമൃദ്ധി തിരഞ്ഞെടുത്തു, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ തിരഞ്ഞെടുത്തു. അതാണ് നാം ആദ്യം വായിച്ചത്. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീരുന്നു. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മുഴുവൻ ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ലോകത്തിൽ ജീവിക്കുന്നു. നമുക്ക് ലോകത്ത് ജീവിക്കണ്ടേ? നമുക്ക് പൈസ വേണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? ജോലി ചെയ്യണ്ടേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? നമുക്ക് വരുമാനം ഉണ്ടാക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് അനുഭവങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വള്ളം വെള്ളത്തിലൂടെ പോകുമ്പോൾ നീങ്ങുന്നതിന് വെള്ളം ആവശ്യമാണ്. പക്ഷേ ഈ വള്ളത്തിനുള്ളിൽ കയറുന്നില്ല എന്ന് പണ്ട് സുന്ദരസിംഗ് പറഞ്ഞിട്ടുണ്ട്. ഭക്തനായ സുന്ദരസിംഗ് പറഞ്ഞത് അങ്ങനെയാണ്. വള്ളത്തിന് പോകണമെങ്കിൽ വെള്ളത്തിൽ കൂടി പോകണം, വെള്ളം ആവശ്യമാണ്. പക്ഷേ ഈ വള്ളത്തിനുള്ളിൽ വെള്ളം കയറരുത്. നമ്മുടെ ഉള്ളിൽ ലോകം കയറി പറ്റരുത്. ലോകം നമ്മെ വിഴുങ്ങാൻ ഇടവരരുത്. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. ലോകത്തിലെ പ്രതാപമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ലോകത്തിലെ പണത്തിൻ്റെ സമൃദ്ധി ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ലോകത്തിൻ്റെ ധനത്തിൻ്റെ ആമോദമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇതെല്ലാം വെറും മണ്ണാങ്കട്ട. എൻ്റെ കർത്താവേ, എല്ലാം താൽക്കാലികം, എല്ലാം ക്ഷണികം. ഒന്ന് ഞൊടിയുടെ നേരം കൊണ്ട്, എൻ്റെ കർത്താവേ, ഒന്ന് ഞൊടിക്കുന്ന സമയം കൊണ്ട്, ഒരു ക്ഷണമാത്രം കൊണ്ട് എല്ലാം പറന്ന് ഞാനങ്ങ് പോകാനുള്ളവനാണ്. 6 അടി മണ്ണേ വേണ്ടൂ കർത്താവേ. എനിക്കിവിടെ 6 അടി മണ്ണിൽ എൻ്റെ ഈ ശരീരം നിക്ഷേപിക്കാനുള്ളതാണ് എൻ്റെ നാഥ. എന്നാൽ എൻ്റെ ആത്മാവ് പറന്നു പോകേണ്ടത് നിത്യസ്വർഗത്തിലേക്കാണ്. നിത്യസ്വർഗീയ തീരത്തേക്കാണ് എൻ്റെ ആത്മാവ് പോകേണ്ടത്. അവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടമാണ്. എന്തെല്ലാം ഞാൻ നേടിയാലും, ധാരാളം പണം സുരുക്കൂട്ടിയാലും,
പല രീതിയിൽ പണം ധാരാളം ധാരാളം സമ്പാദിച്ച് അത് കൂട്ടമായി കൂട്ടിവെച്ചാലും എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം വിട്ട് ഞാൻ പറന്നു പോകും. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായ സകലവുമായ, എല്ലാം ക്ഷണികം. കർത്താവേ, എനിക്ക് നിലനിൽക്കുന്നത് എൻ്റെ യേശുവും യേശുവിൻ്റെ രാജ്യവും. നാഥ, എനിക്ക് യേശുവിൻ്റെ സന്നിധിയിലെത്തണം. ഈ ഭൂമിയിലെ താൽക്കാലികമായ ജീവിതം 10 60 അല്ല 70 80 വർഷം കഴിഞ്ഞ് ഒരു നാൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. ഈ ലോകത്തിൽ നിന്ന് ഞാൻ പറന്നു പോകും. എൻ്റെ കർത്താവെ, ഇവിടെ വഴക്കടിച്ചും പിണങ്ങിയും ഭിന്നിച്ചും, ഇവിടെ പരസ്പരം പോരടിച്ചും മല്ലുപിടിച്ചും വാഗ്വാദം ചെയ്തും തർക്കിച്ചും, എൻ്റെ ദൈവമേ, എൻ്റെ കാലം തികച്ചാൽ ഞാൻ ഒരിക്കലും തിരുത്താനാവാത്ത നരകത്തിൻ്റെ ഭീകരമായ കൊടുന്തിയിലേക്ക് ഞാൻ പോകും. ഇത് ഞാൻ അറിയുന്നു കർത്താവേ. എന്നാൽ എൻ്റെ ദൈവമേ, ഇത് എൻ്റെ ഉള്ളം ഗ്രഹിച്ചുകൊണ്ട്, എൻ്റെ ഹൃദയത്തിൽ അത് അലിഞ്ഞു ചേർന്നുകൊണ്ട്, ഇതെല്ലാം മായയാണെന്ന് എണ്ണിക്കൊണ്ട് നിത്യജീവന് വേണ്ടി മാത്രം എൻ്റെ ജീവിതം വേർതിരിക്കാൻ നാഥ ഞാനിതാ തീരുമാനിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ സമർപ്പണം. അതാണ് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം നിസ്സാരമാണ്, വെറും ചരൽ കല്ലുകളാണ്, വെറും മണ്ണാങ്കട്ടയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിന്നെ രൂപയുണ്ടെങ്കിലോ എൻ്റെ നാഥൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ്റെ ഹിതപ്രകാരം ചെലവഴിക്കാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുവാനായി, എല്ലാം തിരുനാമ മഹത്വത്തിന് വേണ്ടി ദൈവഹിതപ്രകാരം ചെലവഴിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, ഞാനിത് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോഴും മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ സ്നേഹിതരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ എളിമയോടെ നിങ്ങൾ മുട്ടുമടക്കിയിട്ട് അല്പസമയം കർത്തൃപാദത്തിലിരിക്കൂ. ദൈവസന്നിധിയിൽ കർത്തൃപാദത്തിലിരുന്നിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് എന്ന് നിങ്ങൾ ധ്യാനിക്കൂ. ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ക്രൂശിലെ ആ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണൂ. 33.5 വയസ്സിൽ നല്ല യൗവനത്തിൻ്റെ ഓജസ്സുറ്റ പ്രായത്തിൽ കരുണയുള്ള കർത്താവ് ക്രൂശിന്മേൽ 3 ആണികളിൽ കിടക്കുന്നത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ അല്പനേരം ഇരിക്കൂ. നിങ്ങൾ പുറമേയുള്ള കണ്ണുകൾ നിങ്ങൾക്ക് അടയ്ക്കാം. അല്ല, പുറമേയുള്ള കണ്ണുകൾ തുറന്നിരിക്കണമെങ്കിൽ തുറന്നിരുന്നുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ തുറന്നിരുന്നാലും കുഴപ്പമില്ല. നല്ലത് പുറമേയുള്ള കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ഉൾക്കണ്ണ് തുറക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ക്രൂസിലേക്ക് നിങ്ങൾ നോക്കണം. ലോകത്തെ ചപ്പും കുപ്പയുമായി എണ്ണിയ എൻ്റെ നാഥ, നിൻ്റെ അപ്പോസ്തലന്മാർ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനെല്ലാം ഉപേക്ഷിച്ച് അവർ എന്നെണ്ണുന്നതാണല്ലോ നിൻ്റെ അപ്പോസ്തലൻ പറഞ്ഞത്. ഞാനും അത് അനുവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിതെല്ലാം മായയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിൻ്റെ പിറകെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യേശുവേ, എനിക്ക് ഈ ലോകത്തിൻ്റേതായിട്ടുള്ളതെല്ലാം മാറി മറയുമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവേ, ഒരിക്കലും മാറാത്തവനും ഒരിക്കലും മുഖഭാവം മാറാത്തവനും ഒരിക്കലും ആൾ മാറാത്തവനുമായി ഒരിക്കലും വ്യത്യാസം വരാത്തവനായ എൻ്റെ യേശുവിനെ എൻ്റെ നാഥനായ എൻ്റെ ഹൃദയത്തിന് എനിക്ക് ലഭിക്കണം. യേശു പോയ അതേ കാൽ ചുവടുകളിലൂടെ കുരിശിൻ്റെ പാതയിലൂടെ എനിക്കും നടക്കണം. യേശു പോയ അതേ കാൽ ചുവടുകളിലൂടെ അടിപതറാതെ മനം പതറാതെ ഉടയവനെ എനിക്കും ഈ യാത്ര തുടരണം. ദുരിതപൂരിതമായ ജീവിതം, കഷ്ടപ്പാടും ദുഃഖവുമുള്ള ജീവിതം, യാതനയും വേദനയുമുള്ള ജീവിതം, രോഗവും ക്ലേശവും ദുഃഖവുമുള്ള ജീവിതം, വിഷാദ സങ്കുലമായ ജീവിതം. എൻ്റെ നാഥ, എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ യേശുവിനോടുകൂടെ ജീവിച്ച് പ്രസന്നതയോടുകൂടി യേശുവിൻ്റെ വേല ചെയ്ത് എൻ്റെ കാലം തേയ്ക്കണം. യേശുവേ, അതിനായി ഞാൻ ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നിന്നോട് യാചിക്കുകയാണ്. അതിനുള്ള നൽവരം എനിക്ക് തരണമേ, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. എൻ്റെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ എൻ്റെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും നീ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടതായ അനുഗ്രഹം എൻ്റെ യേശുവിൻ്റെ ഭാവം വേണമെന്നാണ്. എനിക്ക് വേണ്ടതായ അനുഗ്രഹം യേശുവിൻ്റെ സ്വഭാവം വേണമെന്നുള്ളതാണ്. എനിക്ക് വേണ്ടതായ അനുഗ്രഹം യേശുവിൻ്റെ കാലടി പാടുകളെ തുടർന്ന് നടന്ന് എൻ്റെ നാഥൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. എനിക്ക് വേണ്ടതായ അനുഗ്രഹം
യേശു വാഴുന്ന സ്വർഗത്തിൽ യേശുവിനോട് വസിക്കണമെന്നുള്ളതാണ് എനിക്ക് വേണ്ടതായ അനുഗ്രഹം. യേശുവിൽ അലിഞ്ഞും ലയിച്ചും ചേരണമെന്നാണ്. എൻ്റെ കർത്താവേ, ആ മഹാസൗഭാഗ്യത്തിന് എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ. നിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ നീ ഒന്ന് പുരട്ടിത്തരണമേ. ആ തിരുരക്തത്താൽ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ഒന്ന് കഴുകി എന്നെ വെടിപ്പാക്കി, എന്നെ നിർമ്മലമാക്കി, എന്നെ വിശുദ്ധീകരിച്ച് എന്നെ നിന്റെ സാദൃശ്യമാക്കി തീർക്കണമേ. എന്നോട് നീ മനസ്സറിയണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സമർപ്പിക്കാം, നിങ്ങൾക്ക് ധ്യാനിക്കാം, നിങ്ങൾക്ക് തനിയെ കുരിശ് ചൂട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിങ്ങൾ അക്ഷരീയമായൊരു കുരിശ് സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കുരിശ് ഒരു പടമാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധ്യാനിക്കാം. ക്രൂസിൽ ഒരിക്കലായിട്ട് കഠിനമായി യാതനയേറ്റ് പീഡയേറ്റ് മരിച്ച് പിടഞ്ഞ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം അർപ്പണം ചെയ്യാം. അപ്പോൾ ലോകം നിങ്ങളിൽ നിന്ന് മാറും. നിങ്ങൾ ഊർന്നൂർന്ന് ലോകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിവേഗം ക്രൂസിൽ നിന്ന് ആ കരം നിങ്ങളുടെ നേരെ വന്ന് നിങ്ങളെ പൊക്കിയെടുക്കും. ഹല്ലേലൂയ. കുരിശിലെ ആ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ വന്ന് നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളെ പൊക്കിയെടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം. പിന്നെ അവൻ്റെ കൂടെയുള്ളൊരു നടപ്പാണ്, യേശുവിൻ്റെ കൂടെയുള്ളൊരു യാത്രയാണ്. അതാണ് സിയോൻ യാത്ര. ഹല്ലേലൂയ. അതാണ് സ്വർഗീയ സിയോനിലേക്കുള്ള സ്വർഗീയ തീർത്ഥയാത്ര. ആ തീർത്ഥയാത്ര സംഘത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർന്ന് വരിക. ഒരു സഭയിലേക്കോ ഒരു സമുദായത്തിലേക്കോ ഒരു കൂട്ടായ്മയിലേക്കോ ചേരാനല്ല ഞാൻ പറഞ്ഞത്. സ്വർഗീയ തീർത്ഥയാത്ര സമൂഹത്തിലേക്ക് ചേർന്ന് വരിക. ക്രിസ്തുവിനെ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ചേർന്ന് വരിക. ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ക്രിസ്തു കാണിച്ചു തന്ന ആ തേജസ്സിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിലൂടെ നിങ്ങൾ മുന്നേറുക. അവൻ്റെ കൃപ നിങ്ങളെ നയിക്കട്ടെ, അവൻ്റെ കൃപ നിങ്ങളെ ഭരിക്കട്ടെ, അവൻ്റെ കൃപ നിങ്ങളെ വലയം ചെയ്യട്ടെ, അവൻ്റെ തേജസ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, ആ സ്വർഗീയ ശക്തി നിങ്ങളുടെ മേൽ പ്രവഹിക്കട്ടെ, ആത്മാവ് നിങ്ങളിൽ ഇടിച്ചിറങ്ങി നിങ്ങളെ ആവേശഭരിതരാക്കി മാറ്റട്ടെ, സ്തുതിയുടെ ഗീതം നിങ്ങളുടെ നാവിൽ വരച്ചു തരട്ടെ, തിരുനാമം മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട് നിൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ പൊന്നുകരം വെക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ക്രൂസിൽ നേടിത്തുന്ന രക്ഷയുടെയും നിത്യജീവൻ്റെയും സൗഭാഗ്യത്തിലേക്ക് ഈ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കൃപയിൽ നിറയ്ക്കണമേ, സ്വർഗീയ സ്നേഹത്താൽ ഓരോരുത്തരെയും ഭരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.